പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പഠനമാണ്. വിവിധ തരത്തിലുള്ള ശാസ്ത്രങ്ങൾ നിലവിലുണ്ട്. അവയിൽ ക്രിസ്തു ശാസ്ത്രദൃഷ്ടിയിൽ എന്നതാണ് ഈ പ്രോഗ്രാം. ദൈവശാസ്ത്രം. ഈ ശാസ്ത്രത്തിൽ ക്രിസ്തുവിനെ മഹാദൈവമായി വർണ്ണിച്ചിരിക്കുന്നു. അടുത്തതായി നരവംശാസ്ത്രമാണ്. മനുഷ്യനെക്കുറിച്ചുള്ള പഠനമാണ്. ക്രിസ്തു മനുഷ്യനായി ജനിച്ചതുകൊണ്ട് തന്നെ മനുഷ്യപുത്രനായിട്ടാണ് ഇതിൽ വർണ്ണിച്ചിരിക്കുന്നത്. തത്വശാസ്ത്രമാണ്. ഇവിടെ ക്രിസ്തുവിനെ വചനമായിട്ടും ലോഗോസുമായിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഊർജശാസ്ത്രം. ഈ ശാസ്ത്രത്തിൽ സർവശക്തൻ എന്നാണ് ക്രിസ്തുവിനെ സയൻറ്റിഫിക്കലി പറഞ്ഞിരിക്കുന്നത്. അടുത്തതായി പറയപ്പെടുന്നത് പുരാവസ്തു ശാസ്ത്രമാണ്. ഈ ശാസ്ത്രത്തിൽ ക്രിസ്തു യുഗങ്ങളുടെ പാറയായി വർണ്ണിക്കപ്പെടുന്നു. ജീവശാസ്ത്രമാണ്. നിത്യജീവൻ, എല്ലാവർക്കും ജീവൻ നൽകുന്നതായിട്ടാണ് ക്രിസ്തുവിനെ ഈ ശാസ്ത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തതായി ജന്തുശാസ്ത്രമാണ്. അതുകൊണ്ട് തന്നെ യഹൂദയിലെ സിംഹം, അതായത് യഹൂദ ഗോത്രയിലെ സിംഹമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. സസ്യശാസ്ത്രമാണ്. ഈ ശാസ്ത്രത്തിൽ സാക്ഷാൽ മുന്തിരിവള്ളിയും ഷാരോനിലെ പനിനീർ പുഷ്പമായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ശാസ്ത്രം വാനശാസ്ത്രമാണ്. ഇതിൽ ഉദയ നക്ഷത്രമായിട്ടാണ് ക്രിസ്തുവിനെ പറയപ്പെടുന്നത്. തച്ചുശാസ്ത്രമാണ്. ഈ ശാസ്ത്രത്തിൽ മൂലക്കല്ലായും ആണിക്കല്ലായും ക്രിസ്തുവിനെക്കുറിച്ച് രേഖപ്പെടുത്തുന്നു. അടുത്ത ശാസ്ത്രം ശരീരശാസ്ത്രമാണ്. ഈ ശാസ്ത്രത്തിൽ ശരീരവുമായി യാതൊരു ബന്ധവുമില്ല, എന്നാൽ സഭയുടെ ശിരസ്സായിട്ടാണ് ക്രിസ്തുവിനെ വർണ്ണിക്കപ്പെടുന്നത്. ജ്യോതിശാസ്ത്രമാണ്. ഈ ശാസ്ത്രം നീതിയിലെ സൂര്യനായിട്ടാണ് ക്രിസ്തുവിനെ വർണ്ണിക്കപ്പെടുന്നത്. വൈദ്യശാസ്ത്രമാണ്. ഗിലെയാദിലെ ഔഷധം, അത്ര വിലയേറിയ ഒരു ഔഷധമായിട്ട് ക്രിസ്തുവിനെക്കുറിച്ച് വർണ്ണിക്കപ്പെടുന്നു. മനഃശാസ്ത്രമാണ്. ഡിപ്രഷനും മാനസികമായൊക്കെ തകർന്നവർക്ക് ആശ്വാസപ്രദൻ ആയിട്ടാണ് ക്രിസ്തുവിനെ പറയപ്പെടുന്നത്. ധനതത്വശാസ്ത്രമാണ്. ഇവിടെ സമ്പത്തിനെ അടിസ്ഥാനമാക്കിയല്ല, നമ്മുടെ പാവങ്ങളുടെ വീണ്ടെടുപ്പ് വിലയായിട്ടാണ് ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നത്. ഭാഷാശാസ്ത്രമാണ്. ഇവിടെ ക്രിസ്തുവിനെ ആൽഫയും ഒമേഗയുമായി വർണ്ണിച്ചിരിക്കുന്നു. എല്ലാവർക്കും നന്ദി. ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്.